ഈശോലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ നല്ല തണുപ്പാണ്. UK നല്ല മഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ്. ഈ ന്യൂ ഇയറിൽ അഞ്ചപ്പത്തിൻ്റെ ആദ്യ എപ്പിസോഡ് ഞാനും ജീവിത പങ്കാളി ഒന്നിച്ച് ചെയ്യാൻ ഈശോ കൃപ നൽകുകയാണ്. ഞങ്ങൾക്ക് കർത്താവ് പുതുവർഷത്തിൽ നൽകിയ ഒരു വചനഭാഗമാണ് ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നും ആ വചനം ഒന്ന് വായിച്ചേ. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങൾ നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദേവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. നമ്മുടെ ഈശോ എല്ലാവരേക്കാൾ ശ്രേഷ്ഠനാണ്. എനിക്ക് നിങ്ങളെ സ്പർശിച്ച ഒരു വചനം, തൻ്റെ ശക്തിയുടെ വചനത്താൽ അവിടുന്ന് എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ഇന്നൊന്ന് പറഞ്ഞ ഇന്നുവിനെ സ്പർശിച്ച കാര്യങ്ങൾ. ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം സംസാരിച്ചു. എന്നാൽ അവസാന കാലഘട്ടങ്ങളിൽ അവിടുത്തെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്, സമയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു നേരെ വന്ന് നമ്മോട് സംസാരിച്ച് നമ്മെ സ്വന്തമാക്കി. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് തിരുവചനത്തിലൂടെ സംസാരിക്കുകയാണ്. ഈ ഒരു വർഷം മുഴുവൻ ഈശോയുടെ വചനം കേൾക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഈശോയുടെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ കുടുംബങ്ങളിലും ദൈവവചനം നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.